ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബൈയിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. ജൂൺ 15 ശനിയാഴ്ച മുതൽ 18 ചൊവ്വാഴ്ച വരെയാണ് ദുബൈയിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക എന്ന് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ഷാർജയിൽ ജൂൺ 16 മുതൽ 18 വരെയാണ് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ബ്ലൂ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഇളവ് ലഭിക്കുക എന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബായ് മെട്രോ, ട്രാം, ബസ് സർവീസുകളുടെ സമയം ദീർഘിപ്പിക്കും. മെട്രോയുടെ റെഡ്, ഗ്രീൻ ലൈനുകൾ വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. ഞായറാഴ്ച രാവിലെ 8 മുതൽ പുലർച്ചെ 1 മണി വരെയും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെയും സർവീസുകളുണ്ടാകും. ദുബായ് ട്രാം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 6 മുതൽ പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. ഞായറാഴ്ച രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെയാണ് സർവീസ് ഉണ്ടാവുക. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുതിയ രാജ്യാന്തര വിമാന സർവീസ് കൂടി. എത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ് ജൂൺ 15 മുതൽ ആരംഭിക്കും. തുടക്കത്തിൽ ആഴ്ചയിൽ 5 ദിവസമായിരിക്കും സർവീസ്. അബുദാബിയിൽ നിന്നും രാത്രി 8:10 തിരുവനന്തപുരത്തെത്തുന്ന വിമാനം 9:40 തിരികെ അബുദാബിയിലേക്ക് പോകും. തിരുവനന്തപുരം അബുദാബി സെക്ടറിൽ ഇത്തിഹാദിന്റെ രണ്ടാമത്തെ സർവീസാണിത്. നിലവിലുള്ള സർവീസിന്റെ സമയത്തിൽ 15 മുതൽ മാറ്റമുണ്ട്. രാവിലെ 3:10 തിരുവനന്തപുരത്തെത്തുന്ന വിമാനം 4:10 അബുദാബിയിലേക്ക് പോകും. പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി ലഭ്യമാകും. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്തിസലാത്ത് മുന്നറിയിപ്പുമായി രംഗത്ത്. ഓൺലൈനിലൂടെ റീചാർജിങ്ങിന് ശ്രമിച്ച ദുബായ് നിവാസിയായ യുവതിക്ക് 2000 ദിർഹം നഷ്ടമായ സാഹചര്യത്തിലാണ് വ്യാജ വെബ്സൈറ്റുകൾ സംബന്ധിച്ച് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുവതി ഇ-സിം ഓൺലൈനായി റീചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിന് ഇരയായത്. സാധാരണഗതിയിൽ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ബോധവതിയായിരുന്നിട്ടും വെബ്സൈറ്റിൽ അക്ഷരങ്ങളുണ്ടായിരുന്ന ചെറിയ പിശക് യുവതി ശ്രദ്ധിച്ചില്ല. ഇത്തിസലാത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണെന്ന് തെറ്റിദ്ധരിച്ചു. OTPക്കായി മെസ്സേജ് വന്നപ്പോൾ അത് മുഴുവനായി വായിക്കാതെ തന്നെ OTPയും നൽകി. ഇതോടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 1954 ദിർഹമാണ് നഷ്ടമായത്. സുരക്ഷിതമല്ലാത്ത ലിങ്കുകൾ ഒഴിവാക്കാനും ഓൺലൈനിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും കമ്പനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മുന്നറിയിപ്പ് നൽകി. ഫയലുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ക്ലിക്ക് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ പാടുള്ളൂ എന്നും കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കമ്പനിയുടെ പ്രതിനിധികൾ ഒരിക്കലും പണമോ സമ്മാനങ്ങളോ ആവശ്യപ്പെട്ടില്ലെന്നും OTP അല്ലെങ്കിൽ സെക്യൂരിറ്റി പിൻ ഉപയോഗിച്ച് മാത്രമേ ഉപഭോക്താക്കളെ പരിശോധിക്കൂ എന്നും ഇത്തിസലാത്ത് വ്യക്തമാക്കുന്നു. കൂടാതെ വ്യാജ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും സ്കാം കോളർമാരെ റിപ്പോർട്ട് ചെയ്യാനും വെബ്സൈറ്റ് ഉപയോക്താക്കൾക്ക് ഓപ്ഷനുണ്ട്. അജ്മാനിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വമ്പൻ പെരുന്നാൾ സമ്മാനം. ബലിപെരുന്നാൾ പ്രമാണിച്ച് അജ്മാൻ ഫിഷർമെൻ അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്ക് 50 ലക്ഷം ദിർഹം വിതരണം ചെയ്യാൻ സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഉത്തരവിട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അജ്മാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കാണ് സഹായം ലഭിക്കുക. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് UAE പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കുടുംബങ്ങളിലെ ചെലവുകൾ വഹിക്കുന്നതിന് മാന്യമായ ജീവിതം നയിക്കുന്നതിനുമുള്ള സാമ്പത്തിക വെല്ലുവിളികളെ തരണം ചെയ്യാനുമാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. അജ്മാനിൽ ഫിഷിംഗ് ലൈസൻസുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളായ പൗരന്മാർക്കാണ് ഈ സഹായം നൽകുക എന്ന് അജ്മാൻ കിരീടാവകാശിയുടെ ഓഫീസ് തലവനും അജ്മാൻ മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അഹമ്മദ് ഇബ്രാഹിം റാഷിദ് അൽ ഖംലാസി അറിയിച്ചു. അൽ-ലൈനിൽ നിന്നും അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ പോകുന്ന യാത്രക്കാർക്കായി സിറ്റി ചെക്ക് ഇൻ സൗകര്യം. അൽ-ലൈൻ കുവൈത്താത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാളിലാണ് ഈ സൗകര്യം ആരംഭിച്ചത്. യാത്ര പുറപ്പെടുന്നതിൻ്റെ 7 മണിക്കൂർ മുതൽ 24 മണിക്കൂർ മുമ്പ് വരെ ഈ കേന്ദ്രത്തിൽ ബാഗേജ് സ്വീകരിച്ച് ബോർഡിംഗ് കാർഡ് നൽകും. മൊറാഫിക് ഏവിയേഷൻ സർവീസസിന് കീഴിൽ ആരംഭിച്ചിരിക്കുന്ന കേന്ദ്രം രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തിക്കുക. എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, വിസ് എയർ, ഈജിപ്റ്റ് എയർ എന്നീ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ സിറ്റി ചെക്ക് ഇൻ സൗകര്യമുള്ളത്. ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ ഒമാനിലെ വിമാനത്താവളങ്ങളിൽ തിരക്കും വർദ്ധിച്ചു. 9 ദിവസം അവധി ലഭ്യമായതിനാൽ മിക്കവരും നാട്ടിലേക്ക് വിമാനം കയറുകയാണ്. മസ്കറ്റ്, സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെടുന്നത്. മസ്കറ്റിൽ
ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട്. ഇത്തവണ അധിക ദിവസങ്ങളിൽ അവധിയെടുത്തും നാട്ടിലേക്ക് പോവുകയാണ് പലരും. ഈ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വഴി അവധി ദിവസങ്ങളിൽ 10,000-കണക്കിന് പേരാണ് യാത്ര ചെയ്യുക. കാലതാമസം ഒഴിവാക്കുന്നതിനായി വിമാനയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്താൻ എയർലൈൻ കമ്പനികൾ നേരത്തെ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവധി ദിവസങ്ങൾ വിദേശത്ത് ചെലവഴിക്കുന്നതിനായി പുറപ്പെടുന്ന സ്വദേശികളും നിരവധിയാണ്. ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഒമാനിൽ ഭൂരിഭാഗവും അവധി ആഘോഷിക്കാൻ യാത്ര തിരിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് പുറപ്പെടാൻ നിൽക്കുന്നവരുമുണ്ട്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഭവത്തിൽ 4-അംഗ സംഘം അറസ്റ്റിൽ. ഷെർക്ക ഗവർണറേറ്റിലെ മുദൈബി വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പ്രവാസികളായ 4 പേർ ചേർന്ന് നാട്ടുകാരനായ മറ്റൊരു പ്രവാസിയെ തട്ടിക്കൊണ്ടുപോവുകയും മോചനത്തിനായി കുടുംബത്തിൽ നിന്നും പണം ആവശ്യപ്പെടുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ റോയൽ ഒമാൻ പോലീസ്, തെക്കൻ ഷെർക്ക, വടക്കൻ ഷെർക്ക പോലീസ് കമാൻഡുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തടവിലാക്കപ്പെട്ടയാളെ മോചിതരാക്കുന്നതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും. പോലീസിന്റെ സമയോചിത ഇടപെടൽ ഇയാളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സഹായകമായി. അനധികൃതമായി ആളെ തടവിൽ വെക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട സംഘത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചതായി വ്യക്തമാക്കി. ബലിപ്പെരുന്നാളിന് മുന്നോടിയായി സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി തെക്കൻ ബാത്തിന നഗരസഭ രംഗത്ത്. ഗവർണറേറ്റിലെ വിവിധ വകുപ്പുകൾ ബോധവൽക്കരണം നടത്തുന്നതിനും ആരോഗ്യപരമായ അപകടങ്ങൾ തടയുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിരവധി പരിപാടികളാണ് നടത്തിയതെന്ന് നഗരസഭാ പ്രസ്താവനയിൽ അറിയിച്ചു. അറവുശാലകളിൽ ബലിമൃഗങ്ങളെ അറുക്കുന്നതിന്റെ പ്രാധാന്യവും ബലിവസ്തുക്കൾ ശരിയായി സംസ്കരിക്കേണ്ട കാര്യത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ലഘുലേഖകൾ റുസ്താഖിലെ പൗരസമിതി വിതരണം ചെയ്തു. മുനിസിപ്പാലിറ്റിയിലെ സ്പെഷ്യലിസ്റ്റുകൾ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനയും നടത്തി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ കൈമാറി. ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യത്തോടെ ദീർഘായുസ്സുണ്ടാകട്ടെ എന്നും രാജ്യത്തിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഇതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നതായി സുൽത്താൻ ബലിപ്പെരുന്നാൾ സന്ദേശത്തിൽ അറിയിച്ചു. ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും അത്യാഹിതങ്ങൾ ഇല്ലാതാക്കാനുമായി അധികൃതർ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി സഹകരിച്ച് മുന്നൊരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡ് അപകടങ്ങളും മുങ്ങിമരണങ്ങളും ആഘോഷ ദിനങ്ങളിൽ പതിവാകുന്നത് ഇല്ലാതാക്കുന്നതിന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അടിയന്തര സഹായമെത്തിക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യവ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ റോയൽ ഒമാൻ പോലീസ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്.